Good morning. Today we will be discussing about the price discrimination. So we have already discussed about the meaning as well as the types of price discrimination. Price discrimination means charging different prices from different market for a particular product. So for the same product we are charging different prices from different customers or from the different market. So we have already discussed about the types of price discrimination. Now we are moving on to the conditions of price discrimination. So there are about 4 conditions for the price discrimination, and the first one is that there must be at least 2 or more market, and there should be a clear separation from these two markets. So in order to implement this price discrimination, there must be at least 2 or more market should be there, and there should be a clear separation from these two markets. അതായത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ മാർക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ മാർക്കറ്റുകൾ തമ്മിലൊരു ക്ലിയർ സെപ്പറേഷൻ ഉണ്ടാകണം. അല്ലെങ്കിൽ എന്താണ് ചാൻസ്, ഈ ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ലോ പ്രൈസ് മാർക്കറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടുവന്ന് ഈ ഹൈ പ്രൈസ് ഉള്ള മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റും. സോ അത് തടയാൻ വേണ്ടിയിട്ട് ദർ ഷുഡ് ബി എ ക്ലിയർ സെപ്പറേഷൻ ഫ്രം ദീസ് ടു മാർക്കറ്റ്സ്. So first one is that there must exist at least 2 or more market, and there should be a clear separation from each of these markets. And the second one is that the elasticities of demand in each of these markets should be different. If there is same elasticity there exists, means the price discrimination will be leading to a fall in the profit due to the decrease of the demand, because there should be, you have to keep in mind that in order to implement the price discrimination, the elasticity of demand in both these two markets must be different. If one market is more elastic, then the other should be less elastic. അതായത് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് രണ്ട് മാർക്കറ്റിലും ഡിഫറെൻ്റ് ആയിരിക്കണം. ഒന്ന് മോർ ഇലാസ്റ്റിക് ആണെങ്കിൽ അടുത്തത് എന്ത് ചെയ്യണം, ലെസ് ഇലാസ്റ്റിക് ആയിരിക്കണം. അല്ലെങ്കിൽ അത് രണ്ട് മാർക്കറ്റുകളും തമ്മിൽ സെയിം ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി അതിൻ്റെ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്യും. കാരണം എന്താണ്, ഹൈ ഇലാസ്റ്റിസിറ്റി ഉള്ള മാർക്കറ്റിൽ അല്ലെങ്കിൽ ഹൈ പ്രൈസ് ഉള്ള മാർക്കറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി ലോ പ്രൈസ് ഉള്ള മാർക്കറ്റിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. സോ അത് തടയാൻ വേണ്ടിയിട്ട് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഷുഡ് ബി ഡിഫറെൻറ്റ് ഇൻ ബോത്ത് ഓഫ് ദീസ് ടു മാർക്കറ്റ്സ്. And the next one is that there must be an effective separation from these two markets. Otherwise, the customers from high-priced markets, low-priced markets will sell the products in the high-priced market. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അതായത് ഈ മാർക്കറ്റുകൾ തമ്മിലൊരു ക്ലിയർ കട്ട് സെപ്പറേഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഹൈ പ്രൈസ്ഡുള്ള മാർക്കറ്റിൽ കൊണ്ട് ചെന്നിട്ട് മറിച്ച് വെക്കും. സോ അത് തടയാൻ വേണ്ടിയിട്ട് ദർ ഷുഡ് ബി എ ക്ലിയർ സെപ്പറേഷൻ ഫ്രം ദീസ് ടു മാർക്കറ്റ്സ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദ മാർജിനൽ റവന്യൂ ഇൻ ഈച്ച് മാർക്കറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി മാർജിനൽ കോസ്റ്റ്. സോ നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ്. സോ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്കതൊരു പർട്ടിക്കുലർ ആക്ടിവിറ്റി പ്രോഫിറ്റബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഈ കേസിൽ അതാണ്, മാർജിനൽ റവന്യൂ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദി മാർജിനൽ കോസ്റ്റ്. സോ ദീസ് ആർ ദി 4 conditions of price discrimination. Now we are moving on to the degrees of price discrimination. There are 3 degrees of price discrimination. So first we will be discussing the price discrimination of the first degree. So when a monopolist charges different prices from different person for the same commodity or service, it is known as price discrimination of the first degree. For example, a doctor charges different fees from different patients for the same service. This is personal discrimination. So first we will be discussing about the price discrimination of first degree. So when a monopolist charging different prices from different customers, then it is known as the price discrimination of the first degree. അതായത് ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിൽ നിന്ന് ഡിഫറെൻറ്റ് പ്രൈസസ് ഒരു സെയിം
ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഡോക്ടർ എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തുനിന്നും ഒരേ ഫീസ് ആയിരിക്കില്ല എല്ലാ ഡോക്ടേഴ്സും വാങ്ങുന്നത്. ഓരോ പേഷ്യൻസിൻ്റെയും കപ്പാസിറ്റി അനുസരിച്ച് ആ ഡോക്ടർ ചാർജ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫീസ് ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ഫസ്റ്റ് ഡിഗ്രിയുടെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. സോ വെൻ എ മോണോപോളിസ്റ്റ് ചാർജ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫ്രം ഡിഫറെൻറ്റ് പേഴ്സൺസ്, then it is known as the price discrimination of first degree. Now we are moving on to the second one, price discrimination of second degree. Here the monopolist divides the buyers into different classes on the basis of their paying capacities. The different prices are charged for each class. Thus, a person with lower paying capacity is charged lower price. Railways charges fare in this way. So, price discrimination of second degree means we are categorizing the people on the basis of their payment capacity. So, each category will be assigned with a different price for the same service. That is the price discrimination of second degree. അതായത് നമ്മൾ ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യുകയാണ് അവരുടെ പേയ്മെൻറ്റ് കപ്പാസിറ്റീനെ ബേസ് ചെയ്തിട്ട്. എന്നിട്ട് നന്നായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക്, നല്ല പേയ്മെൻറ്റൊക്കെ തരാൻ പറ്റുന്ന ആൾക്കാർക്ക് നമുക്ക് ഹൈ പ്രൈസ് ചാർജ് ചെയ്യും. അധികം പേയ്മെൻ്റ് ഒന്നും തരാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യും, നമ്മൾ ലോ പ്രൈസ് ചാർജ് ചെയ്യും. അതിനെയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. റെയിൽവേ ഒരു എക്സാമ്പിളാണ്. അതായത് റെയിൽവേ ടിക്കറ്റിൽ നമുക്കറിയാം ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, അങ്ങനെ പല കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് റെയിൽ ടിക്കറ്റുകൾ അല്ലേ. അപ്പം ഹൈ പ്രൈസ് ഒരു പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും, അയാൾ നല്ല പൈസ കൊടുത്തിട്ട് ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് AC കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യും. ഇനി അത്രയൊന്നും പേയ്മെൻറ്റ് കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും, അവർ എന്ത് ചെയ്യും, ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് എടുത്തിട്ട് തേർഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യും. സോ അങ്ങനെയാണ് നമുക്കൊരു ആൾക്കാരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവരെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് സെക്കൻഡ് ഡിഗ്രി. തേർഡ് വൺ ഈസ് ദി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് തേർഡ് ഡിഗ്രി. Under this kind, the price discrimination, the monopolist divides his customers into two or more classes or groups of markets on the basis of the elasticities of demand and charges different prices from different markets. This is the most common categories. So here what they are doing, monopolist, here he are classifying the people into different markets or groups of market. Here categorize the customers into two or more classes or different markets. So on the basis of the elasticity of demand. So different markets will be provided with the different prices on the basis of their payment capacity. So this is the price discrimination of third degree. അതായത് ആൾക്കാർ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ ക്ലാസ്സിൻ്റെയും പേയ്മെൻറ്റ് കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് തേർഡ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ടൈപ്പ്. സോ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. We have already discussed about the price discrimination of first degree, price discrimination of second degree, and the price discrimination of third degree. Now we are moving on to the next topic, that is when a price discrimination is possible. So now we will be discussing about almost 8 points are there. We will be discussing that. First one is the direct service. In case where the sale of direct service are involved, any persons like doctors, lawyer, price discrimination will be possible. We have already said that these doctors, lawyers, all these people who provide the service can charge different prices from different people. In this case, price discrimination is possible. അതായത് ഡയറക്റ്റ്ലി സർവീസ് കൊടുക്കുന്ന ആൾക്കാർ, അതായത് നമ്മൾ ഡോക്ടേഴ്സ് ആവാം, ലോയേഴ്സ് ആവാം, അവരൊക്കെയും ആൾക്കാർക്ക് നേരിട്ട് സർവീസ് കൊടുക്കുകയാണ് അല്ലേ. അത്തരം ആളുകൾക്ക്, അത്തരം സർവീസ് കൊടുക്കുന്ന ആൾക്കാർക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിളാണ്. അവർക്ക് ആൾക്കാരുടെ പേയ്മെൻറ്റ് കപ്പാസിറ്റി അനുസരിച്ച് അവരെ ചാർജ് ചെയ്യാൻ പറ്റും. The next one is the personal preference and prejudice. Consumers are ready to pay a higher price for certain brands whenever customers have the preference and prejudice for a particular brand of a commodity. Price discrimination is possible. So if we
think that a particular brand of a brand will be definitely having high quality and definitely will be having high price, we will be are ready to pay that much amount. So that time the price discrimination is possible. ചില കേസിൽ നമുക്ക് അതിൻ്റെ ആ ബ്രാൻഡിൻ്റെ നെയിം കൊണ്ട് അല്ലെങ്കിൽ ആ ബ്രാൻഡ് പവർ കൊണ്ട് അവർ നമുക്കൊരു ഇമേജ് സൃഷ്ടിക്കും, ഈ പ്രൊഡക്റ്റിന് ഇത്രയും ഹൈ പ്രൈസ്ഡ് ആയിരിക്കും എന്നുള്ളൊരു ഇമേജ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിളാണ്. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പം ബ്രാൻഡഡ് പ്രൊഡക്ട്സ്, ഇപ്പോൾ ബാറ്റ, നൈക്ക്, അഡിഡാസ്, അങ്ങനെയുള്ള ചില ബ്രാൻഡുകളുടെ ഒക്കെ പ്രൊഡക്ട്സിൽ പോയിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ നിൽക്കത്തില്ല. നമ്മൾ എന്താണോ അവർ ചാർജ് ചെയ്യുന്ന പ്രൈസ് അതിന് നമ്മൾ വാങ്ങാൻ റെഡി ആയിരിക്കും. നമ്മളതിൻ്റെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അതിന് അത്രയും ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ക്വാളിറ്റീനെ പറ്റി ബോധേഡല്ല, ആ ബ്രാൻഡ് നെയിമിനെ പറ്റിയാണ് നമ്മൾ ബോധേഡായിരിക്കുന്നത്. വി ആർ റെഡി ടു പേ ദാറ്റ് മച്ച്. പക്ഷെ അതേസമയം നമ്മളൊരു വഴിക്കച്ചവടക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആർഗ്യൂ ചെയ്യും, അല്ലേ? അതത്രയും പൈസയ്ക്കില്ല, റെഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ആർഗ്യൂ ചെയ്യും. സോ അതാണ് പേഴ്സണൽ പ്രിഫറൻസ് ആൻഡ് പ്രെജുഡിസ് എന്ന് പറയുന്നത്. സെർട്ടൻ കേസിൽ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ബി റെഡി ടു പേ ദാറ്റ് മച്ച് പ്രൈസ്. സോ ഇൻ ഓൾ ദോസ് കേസസ് ദ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് possible. Next one, no possibility to transfer between the markets. When a commodity or service cannot be transferred from one market to another, price discrimination is possible. So in certain cases, the transfer of commodities from one market to another market will not be possible. So there is no chance for transferring a particular commodity to the another market. Then that time the monopolist can charge the പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ചില കേസിൽ നമുക്ക് ഒരു കൊമോഡിറ്റി, ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന കൊമോഡിറ്റി എടുത്ത് അടുത്ത മാർക്കറ്റിൽ പോയിട്ട് സെല്ലിംഗ് ഒന്നും നടത്താൻ പറ്റത്തില്ല. ആ കേസിൽ ആ ഒരു മൊണോപോളിസ്റ്റിന് അയാൾ എത്രയാണോ പ്രൈസ് ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പ്രൈസ് ആ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ചാർജ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ലീഗൽ സാങ്ഷൻ. ഡിസ്ക്രിമിനേറ്റിംഗ് പ്രൈസസ് ആർ പോസിബിൾ അണ്ടർ എ ലീഗൽ മോണോപ്പൊളി സാങ്ഷൻഡ് ബൈ ലോ. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ റെയിൽവേ ചാർജ് ഡിഫറെൻറ്റ് ഫെയേഴ്സ്. Similarly, KSEB charge different rates for electricity. അതായത് ലീഗൽ അതോറിറ്റീസിൻ്റെ പെർമിഷനോടുകൂടി തന്നെ, അതായത് നമുക്ക് ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ പെർമിഷനോടുകൂടി തന്നെ ചില കേസിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്യാം? പോസിബിൾ ആകാം. അപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ റെയിൽവേയുടെയും KSEBയുടെയും ഒക്കെ കേസിലാണ്. റെയിൽവേയിൽ ടിക്കറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് റേറ്റ്സിലാണ് ഡിഫറെൻറ്റ് ടിക്കറ്റ്സ് സെല് ചെയ്യുന്നത്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷനാണ്. Next one is the ignorance of buyers. A monopolist may charge different prices when a customers are ignorant. If they have knowledge of the price discrimination, they will be opposing. So sometimes these customers won't be bothered about the market prices prevailing in the market. So that time what the monopolist can do, he can charge different prices for the സെയിം പ്രൊഡക്റ്റ് ഓർ സർവീസ്. അത് നമ്മൾ മാർക്കറ്റിൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ള പ്രൈസിനെ പറ്റി നമ്മൾ ചിലപ്പോൾ ബോധേഡ് ആയിരിക്കത്തില്ല. അതേപോലെ തന്നെ ഈ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റിന് ഇത്ര പൈസയാണ്, അപ്പോൾ നമ്മൾ അടുത്ത മാർക്കറ്റിൽ പോയി ആ പ്രൊഡക്റ്റിന് എത്ര പൈസയാണ് എന്നൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യാൻ അത്രത്തോളം ഈ കസ്റ്റമേഴ്സ് അവെയറും ആയിരിക്കത്തില്ല, ബോധോടും ആയിരിക്കത്തില്ല. ആ സമയത്ത് ഒരു മോണോപോളിസ്റ്റിനെ സംബന്ധിച്ച് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണ്? പോസിബിളാണ്. നെക്സ്റ്റ് വൺ ഈസ് ദി ലൊക്കാലിറ്റി. Price discrimination is made possible because of the locality in which the goods are sold. So based upon the locality, availability of particular product in that particular locality, the price discrimination is possible. അതായത് ഒരു ലൊക്കാലിറ്റി, ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ആ ലൊക്കാലിറ്റിയിലുള്ള അവൈലബിലിറ്റി അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിളാണ്. നേച്ചർ ഓഫ് എ കൊമോഡിറ്റി. Different prices may be charged depending upon the nature of the commodity handled. Price discrimination can be adopted respect of the goods and services, comfort, luxuries. അപ്പം ഒരു പർട്ടിക്കുലർ കൊമോഡിറ്റിയുടെ നേച്ചറിനെ ബേസ് ചെയ്തിട്ട് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിളാണ്. ഓക്കെ, സോ ഇൻ റെസ്പെക്റ്റ് ഓഫ് ദി ഗുഡ്സ്, സർവീസസ് ആൻഡ് കംഫർട്ട്, ലക്ഷറീസ്. നമ്മൾക്ക് ലക്ഷറി ഐറ്റംസ് ഉണ്ട്. അതായത് നമുക്ക് ചില ഐറ്റംസ് നമ്മുടെ നെസസിറ്റി ഐറ്റംസ് ആണ്. വിത്തൗട്ട് ദാറ്റ് വി കനോട്ട് ലീവ്. ബട്ട് ഇൻ കേസ് ഓഫ് ലക്ഷറി ഐറ്റംസ് വി ആർ യൂസിങ് ദോസ് തിങ്സ് ഫോർ ദി ലക്ഷറി പർപ്പസ്. സോ ഇൻ ദോസ് കേസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വിൽ ബി പോസിബിൾ.
Last one is the irrational feelings of buyers. Some buyers maybe feel that high-priced commodities is better than low-priced commodity. In this situation, price discrimination is possible. സോ അതായത് ചില വെൽത്തി ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച്, എല്ലാവരെയും സംബന്ധിച്ചല്ല, ചില കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർ വിചാരിക്കുകയാണ് ഹൈ പ്രൈസ്ഡ് പ്രൊഡക്ട്സ് ആണ് ഈ ലോ പ്രൈസ്ഡ് പ്രൊഡക്ട്സിനേക്കാളും കമ്പാരിറ്റീവ്ലി ഹൈ ക്വാളിറ്റി എന്ന്. പ്രൈസ് കൂടുന്തോറും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കൂടുകയാണ് എന്നൊരു ചിന്തയുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണ് പോസിബിളാണ്. അപ്പോൾ ആ സമയത്ത് ഒരു മോണോപ്പൊളിസ്റ്റിന് ചില കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്, അതായത് ഇങ്ങനൊരു മെൻറ്റാലിറ്റിയുള്ള കസ്റ്റമർ ഗ്രൂപ്പിൻ്റെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ അത്രയും പൈസ പേ ചെയ്യാൻ റെഡി ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് അയാൾക്ക് ഹൈ പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റും. സോ ഇൻ ദോസ് കേസ് ഓൾസോ പ്രൈസ് discrimination is possible. So today we have discussed about the price discrimination, various conditions of price discrimination, degrees of price discrimination, and next thing is when the price discrimination is possible.